CVR അനൂപ്, ഇവിടെ ഷൈജു ആന്റണി പറഞ്ഞ പ്രതീക്ഷകളുടെ വലിയ ഒരു മല, ഒരു ഹിമാലയൻ മല VDക്ക് മുന്നിലുണ്ട്. അത് പല ഘടകങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ VDയുടെ പല പ്രസ്താവനകൾ കൊണ്ട്, പല വീക്ഷണങ്ങൾ കൊണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ഷാരിഖ് ഷംസുദ്ദീൻ്റെ അതിശക്തം പോഡ്കാസ്റ്റിലൊക്കെ അദ്ദേഹം പറയുന്ന കേട്ടാൽ അദ്ദേഹം ഐഡിയകളുടെ ഒരു വലിയ തിങ്ക് ടാങ്കാണ്. അതടക്കം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പെർസെപ്ഷൻ മുഖാന്തരം വലിയ പ്രതീക്ഷകളുടെ ഭാരമുണ്ട്. നേരത്തെ ഷാബു പ്രസാദ് കോൺഗ്രസിൻ്റെ പോയ കാലങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തിയ അദ്ദേഹം പറയുന്ന വേറൊരർത്ഥത്തിലാണെങ്കിലും അതിലും യാഥാർത്ഥ്യമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ കൂടി വേണം വലിയ പ്രതീക്ഷയിൽ ആ മുന്നണിയെ, ആ സർക്കാരിനെ VDക്ക് നയിക്കാൻ. CVR അനൂപ്. തീർച്ചയായും VD സതീശൻ മാത്രമല്ല, ഭാവനാ സമ്പന്നമായ ഒരു നേതൃനിരയാണ് കോൺഗ്രസിനുള്ളത്, അതുപോലെ UDFിനുള്ളത്. ആരാണ് മോശക്കാർ ഈ മന്ത്രിസഭയിൽ? ഓരോരുത്തർ വ്യക്തിപരമായി അങ്ങേക്ക് പരിശോധിക്കാമല്ലോ. ഇതിനകത്ത് സീനിയോറിറ്റിയുടെയും ഈ പറയുന്ന പുതിയ യുവത്വത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇതുവരെ മന്ത്രിസഭയുടെ ഭാഗമാകാത്ത ആളുകൾ, ഇപ്പോൾ PC വിഷ്ണുനാഥ്, M ലിജു, സിദ്ദിഖ്, തൊട്ട് ഏറ്റവും അവസാനം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ തലമുറയുടെ പ്രതിനിധാനമായ OJ ജനീഷ്, ഇവരാരും മോശക്കാരല്ല. പിന്നെ നമ്മൾ ഈ പരിശോധിക്കേണ്ടത് ഈ SC വിഭാഗത്തിൽ നിന്ന് 2 മന്ത്രിമാർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചരിത്രപരമാണെന്നേ. അങ്ങനെ സമ്മർദ്ദശക്തിയായി നിൽക്കാൻ അങ്ങനെ സമുദായ സംഘടനകളൊന്നും വിലപേശാതെ തന്നെ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക. സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ നാളിതുവരെ വിഹിതം കിട്ടാത്തൊരു ജനവിഭാഗത്തിന് പുതുതായി ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. അതാണ് ജനാധിപത്യപരമായി ഇതുവരെ അധികാരത്തിൽ നിന്ന് നിഷേധിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ അധികാരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണെന്നേ. അത് ചെറിയ കാര്യമാണോ? അത് വളരെ കൃത്യമായി അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ OBC പ്രാതിനിധ്യത്തെക്കുറിച്ച് നിങ്ങളെന്താ പറഞ്ഞത്? 2 ഈഴവ മന്ത്രിമാർ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് 3 പേര്. അത് കേരളത്തിൽ അത് അർഹിക്കപ്പെടുന്നതല്ലേ? ഒരു വലിയ ജനവിഭാഗം, കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 1% വരുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ച് 3 എണ്ണമെങ്കിലും മിനിമം കൊടുക്കുക എന്ന് പറയുന്നത്, ഇന്ന് ഉച്ചവരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 2 മന്ത്രിമാരെന്നാ. അതിനകത്ത് പരമാവധി, അതൊന്നും പൂർണ്ണമാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, പക്ഷേ പരമാവധി സാമൂഹിക നീതി സാക്ഷാത്കരിക്കാൻ ശ്രമം നടത്തിയ ഒരു സർക്കാരാണിത്. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. പട്ടികജാതി ജനവിഭാഗത്തെ സംബന്ധിച്ച്, ഈ പറയുന്ന OBCയെ സംബന്ധിച്ച്, അങ്ങനെ ഓരോരുത്തർക്കും അതിനകത്ത് അർഹരായ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞു എന്നല്ല, പക്ഷേ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും അർഹരാണ്. ഒരു വ്യക്തി പോലും അനർഹനല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.